ഈ ആഴ്ച മണി ടാസ്കുകളാണ് വീട്ടിൽ നടക്കാൻ പോകുന്നത്. മണി ബോക്സ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. പക്ഷേ ഇത്തവണ അല്പം വ്യത്യസ്തമായ രീതിയിലൂടെയാണ് ഈ ഒരു ടാസ്ക് നടത്തുന്നത്. എങ്കിലും മണി ബോക്സ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ കുറച്ച് അധികം പെട്ടികൾ, ഒരു 4-5 പെട്ടികൾ ബിഗ് ബോസ് വീട്ടിലെ ഗാർഡൻ ഏരിയയിൽ കൊണ്ടുവെക്കും. ആ ഓരോ പെട്ടികൾക്കും ഓരോ നമ്പർ ഉണ്ടാവും. അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്യണം. അപ്പോൾ അവർ സെലക്ട് ചെയ്ത നമ്പർ ബിഗ് ബോസ് ക്രൂവിലെ ഒരു മെമ്പർ വന്നിങ്ങനെ തുറന്ന് കാണിക്കും. ആ നമ്പറുള്ള പെട്ടിയാണ് തുറക്കുന്നത്. പെട്ടി ഇങ്ങനെ തുറക്കുന്ന ടൈമിൽ ആ പെട്ടിയിൽ ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ആ ഒരു എമൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഓടി ചെന്ന് ആ ഒരു പെട്ടി അടച്ചിട്ട് അത് എടുക്കുന്നുവെന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് അറിയിപ്പ് നൽകാം. പക്ഷേ അതല്ല, അവർക്ക് അവിടെ ഇരിക്കുന്ന ബാക്കി പെട്ടികളിൽ കൂടി എത്ര എമൗണ്ട് ആണ്, ഇനി കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതെടുക്കുന്നില്ലെന്ന് ബിഗ് ബോസിനെ അറിയിക്കാം. അത് കഴിഞ്ഞ് വേറെ ഒരു പെട്ടിയുടെ നമ്പർ പറയാം. അങ്ങനെ അടുത്ത പെട്ടി തുറക്കാം. ചിലപ്പോൾ ആദ്യം ഇരിക്കുന്ന പെട്ടിയിലായിരിക്കാം കൂടുതൽ എമൗണ്ട് ഉണ്ടാകുന്നത്, ചിലപ്പോൾ ഏറ്റവും അവസാനത്തേതായിരിക്കാം. അപ്പോൾ ഒരു പെട്ടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പെട്ടി ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ആദ്യം 10 ലക്ഷം കിട്ടി, പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ പെട്ടി തുറന്നപ്പോഴും 1, 2, 3, 5, 6 ലക്ഷം രൂപയാണെങ്കിലും ആദ്യം തുറന്ന പെട്ടി നമുക്ക് ഒരിക്കലും പിന്നീട് എടുക്കാൻ പറ്റില്ല ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ. ഈ ഒരു സീസണിൽ ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നറിയത്തില്ല. എന്തായാലും ഈ ഒരു സീസണിൽ അല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഈ ടാസ്ക് നടത്തുന്നത്. ആദ്യം തന്നെ കുറച്ച് പണപ്പെരുമഴ എന്ന് പറഞ്ഞ് കുറേയധികം ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുകൾ ഗാർഡൻ ഏരിയയിൽ വിതരണം ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ചില ടാസ്കുകളൊക്കെ നടത്തുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ ഒരു മണി ഇൻ ദ ബോക്സ്, ഈ പെട്ടിക്കകത്തുള്ള ഈ ഒരു ടാസ്ക്കായിട്ട് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്കറിയത്തില്ല, നമുക്ക് നോക്കാം. എല്ലാ സീസണിലും മണി ബോക്സ് ടാസ്ക് നടത്താറുള്ളത് അതാണ്. അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ആയിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.